രണ്ട് വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവെക്കാത്രയിൽ നിങ്ങളുമായി പങ്കുവെച്ചതിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാനായി കർത്താവ് താല്പര്യപ്പെടുന്നു. അതിനാധാരമായ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28, 29, 30 വാക്യങ്ങളും കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 27, 28 വാക്യങ്ങളും ശബ്ദത്തിൽ വായിച്ച് സഹായിക്കാം. ശാന്തമായി പ്രാർത്ഥനകളോടെ ശ്രദ്ധിക്കുക. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 27, 28 വാക്യങ്ങൾ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. വായിച്ചോട്ടെ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാനാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ നിത്യതയുടെ പദ്ധതിയും നമ്മുടെ ഉത്തരവാദിത്വവും എന്ന വിഷയത്തെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഈ വേദഭാഗങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി നൽകിയ പ്രകാശനത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് കർത്താവിലേക്ക് ഏകാഗ്രമാക്കാം. എല്ലാ മനസ്സുകളും ദൈവത്തിലേക്ക് ഉയരട്ടെ. കൃപ ലഭിച്ച ഒരു പറ്റം ദൈവമക്കളുടെ നടുവിൽ ആത്മനിറവ് പ്രാപിച്ച ഒരു പറ്റം അഭിഷിക്തന്മാരുടെ മധ്യത്തിൽ നടക്കുന്ന ആത്മീയ പോരാട്ടത്തിൻ്റെ യോഗമാണിത്. ഇന്ന് രാത്രി കർത്താവിന്റെ കരം ഇവിടെ ഉയരണം. മരിച്ച ഒരു പറ്റം ആളുകളുടെ നടുവിൽ മരണത്തിന്റെ ചടങ്ങ് നടക്കുന്ന ഒരു ശുശ്രൂഷയല്ലിത്. ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ നടുവിൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുന്ന ശുശ്രൂഷ. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്ന് ഇന്ന് രാത്രി സ്വർഗം വെളിപ്പെടുത്തണം. കൃപ ലഭിച്ച ദൈവമക്കളുടെ വലത് കരങ്ങൾ ഉയർത്തിപ്പെടുത്തുക. ശക്തമായി പ്രാർത്ഥിക്കുക. എല്ലാ അധരങ്ങളും പ്രാർത്ഥനയിൽ ഉയരട്ടെ. ഇന്ന് രാത്രിയിൽ ഇവിടെ ഒരു ആത്മീക പോരാട്ടം നടക്കും. നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക്, നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വാഗ്ദത്തത്തിനെതിരെ, നമ്മുടെ അഭിഷേകത്തിനെതിരെ, നമ്മുടെ താരതകൾക്കെതിരെ, നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ, നമ്മുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ, നമ്മുടെ സഭയ്ക്കെതിരെ, നമ്മുടെ വിശുദ്ധിക്കെതിരെ നിരന്തരം പടമൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഇരട്ടിന്റെ ശക്തികളുടെ മേൽ പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത, തെറ്റുപറ്റാത്ത തറയിൽ ഉയർന്നു നിൽക്കുന്ന ദൈവസഭയുടെ ആത്മീയ പോരാട്ടത്തിന്റെ സംഘം ഇന്ന് രാത്രി യുദ്ധം നടത്തുന്ന രാത്രിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം പ്രാർത്ഥനയിൽ പോരാടട്ടെ. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ വിഷയങ്ങളുടെ മേൽ ചലിക്കുന്ന രാത്രിയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അയോഗ്യരും ബലഹീനരും അപാത്രരും മൺകീടങ്ങളുമായി ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ. നിന്റെ ജനത്തോട് ഇന്ന് രാത്രിയിൽ അങ്ങ് ഇടപെടണമേ. അങ്ങയുടെ ആലോചന മാത്രം പ്രതിധ്വനിപ്പിക്കാൻ ബലഹീനനായ ഇവന് കൃപ തരണമേ. നിന്റെ ദാസന്മാരെയും നിന്റെ ജനത്തെയും ഒന്നിച്ചനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. ഞാൻ ക്രിസ്തുവിൽ ഏറെ ആദരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, വിശേഷാൽ ഇന്ന് രാത്രി യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ അവറുകൾ, വേദിയിലായിരിക്കുന്ന മറ്റ് അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ, ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന ഡോക്ടർ VA വർഗീസ് അവറുകൾ, മറ്റ് ദൈവഭക്തന്മാർ ഏവരെയും ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വളരെ അടുത്ത് സ്നേഹിക്കുന്ന റാന്നിക്കാരായ പ്രിയപ്പെട്ടവർ ഉൾപ്പെടെയുള്ള പലരും ഇന്ന് രാത്രി ഈ യോഗത്തിലുണ്ട്.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ ഞാൻ ഏറെ ആദരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, കർത്താവിന് സ്തോത്രം, വേങ്ങൂർ മേഖലയിൽ അഭിഷിക്തമായി നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ ദൈവദാസൻ ഇന്ന് രാത്രി ഈ യോഗത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വേങ്ങൂർ മേഖലയിലുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ, സുവിശേഷ യോഗങ്ങളിൽ ദൈവത്തിന് സ്തോത്രം കടന്നു എന്ന് ദൈവവചനം പ്രസംഗിക്കുവാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കർത്തൃദാസനിലൂടെ ദൈവം ചെയ്യുന്ന ബൈബിൾ സ്കൂളിൻ്റെയും ഇതര സ്ഥലം സഭകളുടെയും പ്രവർത്തനങ്ങൾ, പാസ്റ്റർ ജോൺസൺ ദാനിയേൽ അവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുവാനും നിരവധി വിടുവിക്കപ്പെട്ട ദൈവമക്കളെയും അഭിഷിക്തന്മാരെയും കാണുവാനും കർത്താവ് എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അങ്ങനെ വളരെ ആത്മബന്ധമുള്ള നിരവധി ദൈവഭക്തന്മാർ, പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. തികച്ചും ഏകാഗ്രതയോടും വളരെ പ്രാർത്ഥനയോടും കൂടെ ഇന്ന് രാത്രി നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ദൈവത്തിങ്കിൽ നിന്നും ഇന്ന് രാത്രി ഒരു ദൂത് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ തയ്യാറാകുമെങ്കിൽ ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ നമ്മുടെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്ന് വെളിപ്പെടുത്താൻ അവൻ്റെ കരം ഇന്ന് രാത്രി ഇവിടെ ഉയരും. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഗ്ലോറി, ഹല്ലേലൂയ. ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്, എന്നാൽ ദൈവവചനത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം എന്താണ്? നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം എന്താണ്? നമ്മുടെ രക്ഷയിലേക്ക് നയിച്ച ഘടകം പ്രസംഗം എന്നുള്ളതിനേക്കാൾ രക്ഷയിലേക്ക് നയിച്ച ഘടകം പ്രവചനപരമല്ല, കൃപാപരമല്ല, വെളിപ്പാടുകളല്ല. വചനം ജഡമെടുത്ത ക്രിസ്തുവിന്റെ കാൽവറിയാഗമാണ്. രക്ഷയിലേക്ക് ഞാൻ കടന്നു വന്ന വഴിത്താര വചനം ജഡമെടുത്ത ക്രിസ്തുവിന്റെ കാൽവറിയാകുമെങ്കിൽ കഴിഞ്ഞ 10 വർഷം, കഴിഞ്ഞ 15 വർഷം, കഴിഞ്ഞ 20 വർഷം, കഴിഞ്ഞ 25 വർഷം പോരാട്ടവും ഉണക്കുന്ന ഉഷ്ണക്കാറ്റും നിറഞ്ഞ ഈ പരിപ്രയാണത്തിൽ രക്ഷയിൽ നിലനിന്ന ദൈവമക്കളല്ലേ എൻ്റെ മുൻപിലിരിക്കുന്നത്. നമ്മെ രക്ഷയിൽ നിലനിർത്തിയ ഘടകം ഏതാണ്? അത് കൃപാപരമല്ല, അത് പ്രവചനപരമല്ല. വചനം ജഡമെടുത്ത ക്രിസ്തുവാണ് എന്നെ രക്ഷയിലേക്ക് നയിച്ചതെങ്കിൽ വചനം അക്ഷരത്തിലായ തിരുവെഴുത്താണ് എന്നെ രക്ഷയിൽ നിലനിർത്തിയത്. അനുഭവങ്ങളിൽ ഉറയ്ക്കുന്നവർ ശോധനകളുടെ കാറ്റിൽ ഉടയും, എന്നാൽ വചനത്തിൽ ഉറയ്ക്കുന്നവർ കൊടുങ്കാറ്റിന് നടുവിലും പിടിച്ചു നിൽക്കും. ഇന്ന് രാത്രിയിൽ കേവലം നമുക്ക് അനുഭവങ്ങളിൽ ഉറയ്ക്കാതിരിക്കാം, നമുക്ക് വചനത്തിൽ ഉറയ്ക്കാം. ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, രക്തമൊഴിക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, എൻ്റെ ഊർദ്ധശ്വാസം അവസാനിക്കുന്ന ഒടുവിലത്തെ സമയം വരെ, എൻ്റെ തൊണ്ടക്കുഴിയിലെ ചലനം തീരുന്നത് വരെ ഞാൻ വചനത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറയാൻ ധൈര്യം പ്രാപിച്ച ഒരു പറ്റം ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വീണ്ടും ക്രിയ നടത്തുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. വളരെ ഗൗരവമേറിയ ഒരു വേദഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ വായിച്ചത്. ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ന് നാളെയുമായി സമയത്തിന്റെ പരിമിതി അനുസരിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. തികച്ചും ഏകാഗ്രതയോടെ നമുക്ക് ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനം ഒന്ന് ശ്രദ്ധിക്കാം. കർത്താവിന് സ്തോത്രം. റോമാലേഖനത്തിൽ 8-ാം അധ്യായം വളരെയധികം ചിത്രീകരണങ്ങൾക്ക് പ്രാധാന്യമുള്ള ഗൗരവമേറിയ ഭാഗമാണ്. അവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുള്ള ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. എത്ര ദൈവമക്കൾക്ക് ഉറപ്പായി പറയാൻ കഴിയും? എന്റെ ഭാഷയിൽ ഇങ്ങനെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. 33 കോടി ദൈവങ്ങളോ, 6000 കോടി അസുരഗണങ്ങളോ, ഭൂതപ്രേതാദികളോ, കാളിക്കൂളി കാട്ടുപിശാചുക്കളോ, വെച്ചുപൂജകളിലും കുരിയാലകളിലും നേർച്ചക്കാവുകളിലും അമ്പലങ്ങളിലും കുളങ്ങളിലും മുഴുവൻ വ്യാപരിക്കുന്ന സകല ദുർഭൂതങ്ങളും ഒരുപോലെ ഇളകി വന്നാലും എന്നെ കുറിച്ച് എൻ്റെ ദൈവം നിത്യതയിൽ ചെയ്തിരിക്കുന്ന പദ്ധതിയെ തകർക്കാൻ അവറ്റകൾക്ക് കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇരുട്ടിന്റെ ശക്തികളുടെ ബലത്തേക്കാൾ എന്റെ പുറകിലുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാത്രിയിൽ കണ്ട് സ്തോത്രം ചെയ്യത്തക്ക വിധം നിന്റെ കണ്ണുകൾ ഉയരുന്ന രാത്രിയാണ്. ആത്മനിർഭർ പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി തിരിച്ചറിയട്ടെ. നമ്മുടെ ആത്മീയ കാഴ്ചപ്പാട് നിത്യതയ്ക്കായി രാത്രി ഉയരാൻ ഇടയാകട്ടെ.
ദൈവത്തെക്കാൾ പിശാചിനെ മഹത്വവൽക്കരിപ്പാൻ ഇടയാകാതിരിക്കട്ടെ. എന്റെ ദൈവം അറിയാതെ എന്റെ തലയിലെ രോമം പോലും നിലത്ത് വീഴുകയില്ല എന്ന് ഉറപ്പു പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുക. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ വേദഭാഗം പറയാൻ തുടങ്ങുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ 139 പറയുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു. നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചവന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. ദൈവത്തിന്റെ ദാസൻ അടുത്തായി പറയുകയാണ്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നെയ്ത്തുകാരൻ കൊട്ട മെടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ എന്റെ അമ്മയുടെ ഗർഭഗൃഹത്തിൽ, എന്റെ അമ്മയുടെ ഉദരപിണ്ഡത്തിൽ എന്നെ മെനഞ്ഞത് നിന്റെ കരമാണ്. അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണം. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമേ, നിന്റെ അപ്പൻ ഉണ്ടാകുന്നതിന് മുൻപ്, നിന്റെ അമ്മ ഉണ്ടാകുന്നതിന് മുൻപ്, നിന്റെ മാതാപിതാക്കൾ നിനക്ക് പേര് വിളിക്കുന്നതിന് മുൻപ്, നിന്നെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതിന് മുൻപ്, നീ ഒരു പ്രജയായി അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപ്, മൈക്രോസ്കോപ്പിന് മാത്രം കാണാൻ കഴിയുന്ന നിലയിൽ നീ അമ്മയുടെ ഗർഭഭിത്തിയിൽ പെട്ടിപ്പിടിച്ച് ഒരു കൊച്ചു പൊട്ടായി വളരുന്നതിന് യുഗങ്ങൾക്ക് മുൻപ് നീ എവിടെ ജനിക്കണം, നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, നിന്റെ ജനന ദിവസം എന്നായിരിക്കണം, നിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, നിന്റെ വിദ്യാഭ്യാസം ഏത് രാജ്യത്ത് കഴിയണം, നിന്റെ ജീവിത പങ്കാളി ആരാകണം, നിന്റെ തലമുറ എവിടെ എത്തണം, അതെ നിന്റെ ജനനത്തിന്റെ നാഴികയ്ക്കും നിന്റെ മരണത്തിന്റെ വിനാഴികയ്ക്കും ഇടയിൽ നീ കടന്നു പോകേണ്ട ജീവിത പാതയെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിന് ശേഷം ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി നീ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ ആരൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും, കൈ പിടിച്ച് ചിരിക്കുമ്പോഴും അകത്ത് ഞറുങ്ങുന്ന വ്യക്തികൾ നിനക്കെതിരെ തന്ത്രപൂർവ്വം പദ്ധതികൾ ആസൂത്രണം ചെയ്താലും, എന്റെ ദൈവത്തിന്റെ ദിവ്യ വിചാരണയിൽ എന്നെ കുറിച്ച് എന്റെ ദൈവം ചെയ്ത പദ്ധതികളെ തകർക്കാൻ അവറ്റകൾക്ക് കഴിയുകയില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്നിട്ട് തുറന്നിട്ട് ഇങ്ങനെ പറ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം ഒഴിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. സ്തോത്രത്തിന്റെ മറുവശം ഞാൻ പറയാം. നവരാത്രി സമയമുണ്ടല്ലോ, എന്നാൽ തികച്ചും ഏകാഗ്രത ശ്രദ്ധിക്കണം. ഈ കർത്തൃദാസന്റെ ജീവിത പശ്ചാത്തലം ശ്രദ്ധിക്കുക. ലോക ചരിത്രം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും മികവുറ്റ അഭിഷിക്തൻ, കിടയറ്റ താർക്കികൻ, തികവുറ്റ പ്രഭാഷകൻ, മൂന്നാം സ്വർഗത്തോടും എടുക്കപ്പെട്ട വെളിപ്പാടുകളെ ആധിക്യം പ്രാപിച്ച ദൈവദാസൻ. ഈ കർത്തൃദാസന്റെ ജീവിത സായാഹ്നത്തോട് അടുത്ത സമയം അദ്ദേഹം എഴുതിയ ലേഖനമാണ് തിമോഥെയോസിന്റെ 2ാം ലേഖനം. ആ ലേഖനത്തിന് അദ്ദേഹത്തിന്റെ വിൽപ്പത്ര ലേഖനം എന്ന് പേര് കൊടുക്കാം. മരണത്തെ ഒരു വെളിപ്പാടകലെ മുൻപിൽ കണ്ടുകൊണ്ട്, അർത്ഥാൽ മരണസ്ഥലം, മരണസമയം, മരണവിധം, ഇവയെല്ലാം മരിക്കുന്നതിന് മുൻപ് തനിക്ക് മനസ്സിലായി കഴിഞ്ഞു. തന്റെ കഴുത്ത് മുറിയുന്ന ചോരയിൽ പീഠത്തിന്റെ ചുവട്ടിൽ രക്തം വീഴുമെന്ന് മരിക്കുന്നതിന് മുൻപ് തനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ തന്റെ മരണത്തെ പാനീയ യാഗബലി എന്ന ദൈവദാസൻ ഓർമ്മിച്ചു. അതൊരു യാത്രയുടെ അവസാനമായിരിക്കും എന്ന് പോലും തനിക്ക് വ്യക്തമായതായി വാക്യങ്ങളിൽ വ്യംഗ്യമാണ്. വ്യക്തമല്ലെങ്കിലും അതിൽ വ്യംഗ്യമാണ്. ആ ദൈവദാസനിലേക്ക് നിങ്ങൾ കണ്ണം ഉയർത്തി നോക്കുക. ജീവിതത്തിന്റെ ഒടുവിലത്തെ അധ്യായങ്ങൾ നിങ്ങളിന്ന് രാത്രി എന്റെ കൺമുൻപിൽ ദൈവജനം ശ്രദ്ധിക്കുമ്പോൾ തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കണം. നിത്യതയെ മണ്ണിനേക്കാൾ വലുതായി കാണുന്ന ഒരു പറ്റം ഭക്തന്മാരെയാണ് ഈ തലമുറയ്ക്ക് ആവശ്യം. തെറ്റിദ്ധരിക്കരുതേ. നിങ്ങളിൽ വൈകാരികമായി ഒരു പ്രക്ഷോഭണം ഉണ്ടാക്കാനല്ല ഈ രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ രാത്രി സന്ദേശം കഴിയുമ്പോൾ ഒരു പടി